ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സ്വർണ്ണ തിടമ്പുമായി ചെറിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. തത്സമയ വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, കൂടുതൽ വിശദാംശങ്ങൾ. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സ്വർണ്ണ തിടമ്പുമായി ചെറിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. बैक मोबाइल നമുക്ക് എല്ലാവർക്കും എടുക്കാറ് പ്ലീസ് ലൈവ് ഒക്കെ കൊണ്ടിരിക്കാറുണ്ട്. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഇന്ന് അയ്യന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘം സ്വർണ്ണ തിടമ്പുമായി ചെറിയമ്പലത്തിലേക്ക് പുറപ്പെട്ടു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. എരുമേലി പേട്ടതുള്ളൽ അതിൻ്റെ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. 11 മണിയോടെ പേട്ടതുള്ളൽ ആരംഭിക്കുമെന്നാണ് വ്യക്തമാക്കിയിരുന്നത്. അതിൻ്റെ പ്രാരംഭ ചടങ്ങുകൾക്കായി അമ്പലപ്പുഴ സംഘം, അതായത് ശബരിമല അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പുഴ സംഘം ഇപ്പോഴിതാ ഇവിടെ നിന്ന് അവരുടെ വിരിവെച്ച ഇടത്ത് നിന്ന് പേട്ടതുള്ളൽ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടി, പേട്ട മുറുക്കുന്നതിന് വേണ്ടി, പേട്ട കെട്ടുന്നതിന് വേണ്ടി ചെറിയ അമ്പലത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അവരുടെ യാത്ര അല്പസമയത്തിനകം തന്നെ ചെറിയ അമ്പലത്തിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അതിവിശിഷ്ടമാണ് എരുമേലിയിലെ പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. ശബരിമലയിലേക്ക് ഓരോ അയ്യപ്പനും എരുമേലിയിൽ പേട്ടതുള്ളി ആ മഹിഷീവധത്തിൻ്റെ, ആ ധർമ്മ പുനഃസ്ഥാപനത്തിൻ്റെ മഹത്തായ കളെ വീണ്ടും ഉയർത്തിപ്പിടിക്കുക, അല്ലെങ്കിൽ വീണ്ടും സജീവ നിലനിർത്തുക എന്നുള്ള കർമ്മമാണ് ഈ പേട്ടതുള്ളലിനുള്ളത്. ആ കർമ്മം നിർവഹിച്ചുകൊണ്ടാണ് ശബരിമലയിലേക്കുള്ള യാത്ര പുനരാരംഭിക്കുന്നത് തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ ഐതിഹ്യ പാരമ്പര്യമുള്ള, അതുപോലെ തന്നെ വലിയ ആചാര സമ്പുഷ്ടമായിട്ടുള്ള ചടങ്ങുകളാണ് എരുമേലി പേട്ടതുള്ളൽ ദിവസം നടക്കുന്നത്. ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങ് എന്ന് പറയുന്ന ആദ്യം അമ്പലപ്പുഴ സംഘമാണ് എരുമേലി പേട്ടതുള്ളൽ നടത്തുന്നത്. അവർ അവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ എരുമേലി പേട്ടതുള്ളലിനെത്തിയുള്ള അമ്പലപ്പുഴ സംഘത്തിന് നേതൃത്വം നൽകുന്നത് സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ
500ഓളം പേർ ഈ പേട്ടതുള്ളൽ ഇവിടെ നിർവഹിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. അവർ കഴിഞ്ഞ ദിവസം തന്നെ എരുമേലിയിലെത്തി ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. ഈ പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, ചെറിയമ്പലം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെത്തി അവർ പേട്ട പണം വയ്ക്കുകയും പേട്ടക്കെട്ടിന് തുടക്കം കുറിക്കുകയും ചെയ്യും. അതോടുകൂടി ആകാശത്ത് ശ്രീകൃഷ്ണ പരുന്ത് പ്രത്യക്ഷമാകുമെന്നാണ് വിശ്വാസം. അമ്പലപ്പുഴ ഭഗവാന്റെ ഒരു പ്രാതിനിധ്യം എന്നുള്ള നിലയ്ക്കാണ് അത്തരത്തിൽ ഇവിടെ ഈ ഒരു പേട്ട കെട്ടുന്ന സമയത്ത്, പേട്ട തുള്ളുന്ന സമയത്ത് ആ ഗരുഡൻ ആ ശ്രീകൃഷ്ണ പരുന്ത് പ്രത്യക്ഷപ്പെടുന്നത്. അത്തരത്തിൽ ആ ശ്രീകൃഷ്ണ പരുന്ത് പ്രത്യക്ഷമായാൽ ഉടൻ തന്നെ ആ സ്വർണ്ണത്തിടമ്പ് ഇവിടെ പൂജിച്ച് ആരാധന നടത്തിയതിനു ശേഷം, പ്രത്യേക പൂജകൾ നടത്തിയതിനു ശേഷമുള്ള ആ സ്വർണ്ണത്തിടമ്പ് ആനപ്പുറത്തേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും. പിന്നീട് പേട്ടതുള്ളൽ തുടങ്ങുകയും ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഇപ്പോൾ സാധാരണ ഒരു വീരരസത്തിലാണ്, അല്ലെങ്കിൽ വീരഭാവത്തിലാണ് അവരുടെ പേട്ടതുള്ളൽ നടക്കുക. ദേഹമാസകലം ഇത്തരത്തിൽ വർണ്ണച്ചായങ്ങളും വർണ്ണപ്പൊടികളുമെല്ലാം വീശിക്കൊണ്ടും തൂപ്പും മറ്റ് എല്ലാമായിക്കൊണ്ടാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കുന്നത്. നമുക്കറിയാം, മഹത്തായ മഹിഷി വധവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തമാണ് എരുമേലി പേട്ടതുള്ളലിൻ്റെ പിന്നിലുള്ളത്. ആ വധത്തെ അനുസ്മരിക്കും. ആ വധത്തിന് ശേഷമുള്ള ശബരിമല അയ്യപ്പൻ്റെ സൈന്യത്തിൻ്റെ ആഹ്ലാദ പ്രകടനവുമെല്ലാം, അതിൻ്റെ സ്മരണകളെല്ലാം ഉണർത്തിക്കൊണ്ടാണ് ഓരോ പേട്ടതുള്ളലും നടക്കുന്നത്. അത്തരത്തിൽ ആ വീരരസ പ്രാധാനത്തോടു കൂടിയായിരിക്കും അമ്പലപ്പുഴ സംഘത്തിൻ്റെ, അതായത് അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കുക. ഇവിടെ നിന്ന് ആനപ്പുറത്ത് തിടമ്പുമായി വലിയ അമ്പലത്തിലേക്ക് പോവുകയും, അതായത് എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തം ചവിട്ടി, ആനന്ദ നൃത്തം ചവിട്ടി അയ്യപ്പന്മാർ എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്യും. ചുരുങ്ങിയത് ഒരു 1/2 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്ന് വലിയമ്പലത്തിൽ നിന്നും ചെറിയമ്പലത്തിലേക്കുള്ളത്. ആ ചെറിയമ്പലത്തിൽ നിന്നുള്ള യാത്ര 1/2 കിലോമീറ്റർ സമയം, 1/2 കിലോമീറ്റർ ദൂരം പിന്നിട്ട് വലിയമ്പലത്തിലെത്തുകയും ആ വലിയമ്പലത്തിൽ പ്രദക്ഷിണം പൂർത്തിയാക്കി സ്നാനം ചെയ്യുന്നതോടുകൂടി അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ പൂർത്തിയാകും. പിന്നീട് ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടുകൂടിയുള്ള ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളലാണ്. ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളലിന് നേതൃത്വം നൽകുന്നത് യോഗം പെരിയോൻ AK വിജയകുമാർ സ്വാമിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും ഏതാണ്ട് 500ഓളം അയ്യപ്പന്മാർ ഇന്ന് പേട്ടതുള്ളലിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ പിതൃസ്ഥാനീയരാണ് എന്നാണ് പറയപ്പെടുന്നത്. വിശ്വാസം അത്തരത്തിലാണ്. അങ്ങനെ അവരുടെ പേട്ടതുള്ളലിന് മറ്റൊരു രസപ്രദമാണുള്ളത്. അല്പം ശാന്ത സ്വഭാവത്തോടു കൂടി കളഭവും ഭസ്മവും അണിഞ്ഞുകൊണ്ടാണ് അവരുടെ ഈ ഒരു ആഘോഷം, അല്ലെങ്കിൽ അവരുടെ ഈ പേട്ടതുള്ളൽ നടക്കുന്നത്. അവരുടെ പേട്ടതുള്ളലും എത്രയും പെട്ടെന്ന് തന്നെ ഈ നേരത്തെ പറഞ്ഞ പാതയിലൂടെ അവർ വാവര് പള്ളിയിൽ പ്രവേശിക്കാതെ തന്നെ അവർ നേരിട്ട് എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്ക് അവർ പുറപ്പെടുകയും ചെയ്യും. അത്തരത്തിൽ വലിയ ആഘോഷപ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ തന്നെയാണ് ഇന്ന് എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് നടക്കാനിരിക്കുന്നത്. ഇപ്പോൾ ചെറിയമ്പലത്തിലേക്കുള്ള യാത്ര, അവരുടെ യാത്ര പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്.